നോട്ട് അസാധുവാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നേരിട്ടതിന് സമാനമായ പ്രതിസന്ധിയാണ് 20 ദിവസം പിന്നിട്ടപ്പോൾ ബാങ്കുകൾ അഭിമുഖീകരിക്കുന്നത്. ഭൂരിഭാഗം ബാങ്കുകളും കടുത്ത നോട്ട് ക്ഷാമം നേരിടുന്നു. നഗരപ്രദേശങ്ങളിലെ ബാങ്കുകളിൽ വലിയ പ്രതിസന്ധിയില്ലെങ്കിലും ഗ്രാമങ്ങളിൽ പണം ഏറെക്കുറെ തീർന്ന അവസ്ഥയാണ്. ഇന്ന് തന്നെ പല പ്രദേശങ്ങളിലും വേണ്ടത്ര കറൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാങ്ക് ശാഖകൾ അടച്ച് നിർത്തേണ്ട സ്ഥിതിവിശേഷം മലബാർ പ്രദേശം ഉണ്ടായിട്ടുണ്ട്. ഡിസംബർ 1 ശേഷം ശമ്പളവും പെൻഷനും എത്തുന്നതോടെ ബാങ്കുകളുടെ പ്രവർത്തനം ഗുരുതര പ്രതിസന്ധിയിലേക്ക് നീങ്ങും. 24,000 രൂപ പിൻവലിക്കാനെത്തുന്ന പലരും ബാങ്കുകളിൽ പണമില്ലാത്തതിനാൽ 5,000-ഉം 10,000-ഉം വാങ്ങി തിരിച്ചു പോവുകയാണ്. ഒന്നും കിട്ടാതെ മടങ്ങുന്നവരുമുണ്ട്. ക്യാഷ് ഇല്ലാന്നാണ് പറയുന്നത്. ഇന്നും വന്ന് ക്യാഷ് ഇല്ലാന്നാണ് പറയുന്നത്. ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. ഇത് വളരെയധികം ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഒരു സ്ഥിതിവിശേഷം എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇത് നേരിട്ട് തന്നെ ബാധിക്കുകയാണ്. ഇന്നു മുതൽ പുതിയ നോട്ടിൽ നിക്ഷേപിക്കുന്ന പണം എത്ര വേണമെങ്കിലും പിൻവലിക്കാമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടും ഫലമുണ്ടായില്ല. കാര്യമായ നിക്ഷേപം ബാങ്കുകളിൽ എത്തിയില്ലെന്നാണ് കണക്കുകൾ. മീഡിയ 1 തിരുവനന്തപുരം.